ഹലോ എവരി വൺ. സോ നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വീഡിയോസ് NIT കാലിക്കറ്റിൻ്റെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് അങ്ങനെയുള്ള പല പല വീഡിയോസ്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് എഞ്ചിനീയറിംഗ് ലൈഫ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ അയാളുടെ ഒരു വർക്ക് ലൈഫ് എങ്ങനെയായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുണ്ടാവുക, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു സംഭവം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയൊരു എക്സ്പോഷറസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ NIT പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 3rd ഇയറിൽ പ്ലേസ്മെന്റ് വഴി എനിക്ക് ഒരു കമ്പനിയിൽ ജോബ് കിട്ടി എന്നുള്ളത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് കമ്പനിയും. ഫസ്റ്റ് ഞാൻ ജോബിലോട്ട് എൻ്റർ ചെയ്യുന്നത് ആ കമ്പനിയിലോട്ടാണ്. തെർമാക്സ് എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. തെർമാക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിൻ്റെ ഒരു പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എത്ര ആൾക്ക് മനസ്സിലാവും എന്നുള്ളത്. കുറച്ചുകൂടി എനർജി സൊല്യൂഷൻസ് ആയിരുന്നു. എനർജി സൊല്യൂഷൻസ് പറയുമ്പം എനർജിയിൽ തന്നെ സസ്റ്റൈനബിൾ എനർജി ഉണ്ട്. നമ്മുടെ സോളാർ പോലെ, അല്ലെങ്കിൽ ബയോമാസ് പോലെ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പല പല വിൻഡ് എനർജി പോലെയുള്ള ഇങ്ങനെയുള്ള ഒരുപാട് സസ്റ്റൈനബിൾ എനർജി ഉണ്ട്. അപ്പോൾ ആ സസ്റ്റൈനബിൾ എനർജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുപാട് മെഷീനറീസും കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുക. ബോയിലറുകൾ, കൂളറുകൾ, അതുപോലെ തന്നെയുള്ള നമുക്ക് സോളാർ പാടങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലത്തെ അല്ലെങ്കിൽ വിൻഡ് മില്ലുകൾ, ഇങ്ങനെയുള്ള മറ്റ് പല കമ്പനികൾക്കും വേണ്ടിയിട്ടുള്ള, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പല പ്രൊഡക്ട്സും മാനുഫാക്ചർ ചെയ്യുന്ന വലിയ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ പ്ലാന്റുകൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കമ്പനിയുടെ ഒരു ഏരിയ. അത് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് പ്രൊഡക്ട്സേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഡിവിഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഓക്കെ, തെർമാക്സ് ഒരുപാട് ഡിവിഷൻ ഉണ്ട്. ഹീറ്റിംഗ്, കൂളിംഗ്, എൻവയോൺമെന്റൽ, വാട്ടർ സൊല്യൂഷൻസ്, അങ്ങനെ ഒരുപാട് ഡിവിഷൻ ഉണ്ട്. അതിൽ തന്നെ ഹീറ്റിംഗ് ഡിവിഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ആ ഹീറ്റിംഗിൽ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് വേറെയുണ്ട്. ഹീറ്റിംഗിൽ തന്നെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ്, സർവീസ്, ഇന്നോവേഷൻ, R&D, ഇങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഹീറ്റിംഗ് ഡിവിഷന്റെ അകത്ത് തന്നെയുണ്ട്. അത് ഇന്നോവേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ അകത്താണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറെ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അതായത് R&Dയും ഇന്നോവേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്നുള്ളത്. R&Dയിൽ ഒരു പ്രോപ്പർ റിസർച്ചുകളാണ് നടക്കുന്നത്. അതായത് ഒരു 3-4 വർഷങ്ങളൊക്കെ എടുക്കുന്ന, അല്ലെങ്കിൽ ഒരു 5 വർഷമൊക്കെ എടുക്കുന്ന റിസർച്ചുകൾ. ചിലപ്പോൾ അതിന്റെ റിസൾട്ട് നെഗറ്റീവ് ആവാം, ചിലപ്പോൾ പോസിറ്റീവ് ആവാം, അങ്ങനെ പല രീതിയിലും വരാം. അങ്ങനെ വളരെ ലോങ് ടേം ആയിക്കൊണ്ട് നടക്കുന്ന കുറച്ചുകൂടി PhD കഴിഞ്ഞ ആളുകൾ, അവരൊക്കെ കുറച്ചുകൂടി റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അവർ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ കോൺസെപ്റ്റുകൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പുതിയ പരീക്ഷണങ്ങൾ വെച്ചുകൊണ്ട് പുതിയ സയന്റിഫിക് എക്സ്പെരിമെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. ഇന്നോവേഷൻ ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടെ ഒരു പ്രാക്ടിക്കൽ ഐഡിയാസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ബിസിനസ്സിലോട്ട് കുറച്ചും കൂടെ റവന്യൂ വൈസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇന്നോവേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്നോവേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. അതായത് നമുക്കിപ്പോൾ ഒരുപാട് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എനിക്കറിയില്ല കേട്ടോ, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും, വലിയ വലിയ പ്ലാന്റുകൾ. ആ പ്ലാന്റിന്റെ അകത്തുള്ള ഒരു ബോയിലറുകൾ, അല്ലെങ്കിൽ കൂളറുകൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓരോ പ്രൊഡക്റ്റാണ്. അതിനാണ് ഞാൻ പ്രൊഡക്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഈ പ്രൊഡക്റ്റുകളിൽ പുതിയ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരണമെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു കമ്പനി വന്നിട്ട് പറയാണ് അവർക്ക് ഇന്ന രീതിയിലുള്ള ഒരു ബോയിലർ വേണം, ഇന്ന രീതിയിലുള്ള ഒരു കൂളർ വേണം, ഇന്ന രീതിയിലുള്ള ഒരു ഹീറ്റർ വേണം, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റിനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതിയ പ്രൊഡക്ട്സ്, ഇപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ ഉള്ള കമ്പനികൾ ഉണ്ടാവും. ഇതുപോലെ ഇതേ റേഞ്ചിൽ അല്ലെങ്കിൽ ഇതേ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന മറ്റ് കമ്പനികൾ ഉണ്ടാവും. ആ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ആ കമ്പനികളെ ബീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പുതിയ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യും, നമ്മൾ ലോഞ്ച് ചെയ്യും. ആ പ്രൊഡക്റ്റിന്റെ റിസർച്ച്, അതിന്റെ ഡിസൈനിങ്, അതിന്റെ മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം ചെയ്യുന്ന ഇന്നോവേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എൻ്റയർ കമ്പനിയുടെ ഒരു സ്ട്രക്ചറിൽ നമ്മളൊരു പ്രൊഡക്റ്റ് സൈഡിലും അതുപോലെ തന്നെ ബിസിനസ് സൈഡിലും, ഈ പ്രൊഡക്റ്റ് ആണ് അൾട്ടിമേറ്റ്ലി ബിസിനസ്സിലോട്ട് വരുന്നത്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളെ കണക്ട് ചെയ്യുന്നതും ഇന്നോവേഷൻ ടീമാണ്. അപ്പോൾ നമുക്കൊരു കോസ്റ്റ് റിഡക്ഷൻ ചെയ്യണം എന്ന് വിചാരിക്കുക. അതായത് നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളിലും ഒന്നുകൂടെ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ നമുക്ക് കോസ്റ്റ് കുറക്കാം, എവിടെയൊക്കെ നമ്മൾ സേഫ്റ്റി എൻഷുർ ചെയ്യണം, കോസ്റ്റ് കുറക്കുമ്പോൾ സേഫ്റ്റി കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ റവന്യൂവിൽ എത്ര ഡിഫറൻസ് വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് കാര്യമായിരിക്കും ഇന്നോവേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ പുതിയ പുതിയ കമ്പനികളുമായിട്ടുള്ള ടോക്ക് നടക്കുമ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, പുതിയ കമ്പനികളുമായിട്ട് സംസാരിച്ചിട്ട് അവരെ നമ്മളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ആ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇന്നോവേഷൻ ടീമുമായിട്ട് എന്ത് ചെയ്യും, മീറ്റിങ്ങുകൾ വരും. എന്നിട്ട് ഇന്നോവേഷൻ ടീമാണ് ഇവരോട് സംസാരിച്ചിട്ട് അവർക്ക് എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ്, അതിൽ നമ്മുടെ കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഏത് ടൈപ്പ് അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള മാനുഫാക്ചറിങ് അതിൽ ആവശ്യമായിട്ട് വരും, അതിനുള്ള വർക്ക് ഫോഴ്സ് നമുക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് എത്ര ടൈം എടുക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതായിരിക്കും ഇന്നോവേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഇന്നോവേഷൻ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നോവേഷൻ എഞ്ചിനീയറിംഗ് സെപ്പറേറ്റ് ആണെന്നുള്ളത്. രണ്ടിടത്തുള്ളത് എഞ്ചിനീയേഴ്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇന്നോവേഷൻ എഞ്ചിനീയേഴ്സ് ആണ്, അവിടെ എന്താണ് ഒരു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വേറെ കുറച്ച് ഫീൽഡ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അത് ചെയ്യുന്നവരാണ്. അവർക്ക് പാസ് ചെയ്യും, അവർ മാനുഫാക്ചറിംഗ് ടീമിന് പാസ് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ
പറയുമ്പോൾ അവിടെ നടക്കുന്ന ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൊഡക്റ്റിന്റെ കസ്റ്റമൈസേഷന്, കുറച്ചും കൂടി ഒരു ബിസിനസ്സിലോട്ട് റവന്യൂ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബിസിനസിന്റെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുന്നത്, ഒപ്റ്റിമൈസ് ചെയ്യുക കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, ഒരു ഇന്നോവേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പാർട്ടായിരുന്നു ഞാനും. ഒരു ഇന്നോവേഷൻ എഞ്ചിനീയർ ആയിട്ടാണ് ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒരു 2 months ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു എന്നൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 2 months ഇന്റേൺഷിപ്പിലും ഇതേ ഡിപ്പാർട്ട്മെന്റ്, ഇന്നോവേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയായിരുന്നു ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നത്. അങ്ങനെ അതേ ഡിപ്പാർട്ട്മെന്റിലോട്ട് തന്നെയാണ് ജോബ് സമയത്തും, അല്ലെങ്കിൽ ജോബ് കിട്ടിയപ്പോഴും, അല്ലെങ്കിൽ അവർ പ്ലേസ്മെന്റ് ഓഫർ തന്നപ്പോഴും എന്നെ അലോക്കേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇന്നോവേഷൻ എഞ്ചിനീയറുടെ റോൾ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പല കാറ്റഗറി എഞ്ചിനീയേഴ്സ് ഉണ്ട്. പല അത് ഓരോ കോളേജുകളിൽ നിന്ന് കൊടുക്കുന്ന പ്ലേസ്മെന്റ് അനുസരിച്ചിട്ട് ഇവരെ പല പൊസിഷനിൽ കാറ്റഗറൈസ് ചെയ്യും, പെർഫോമൻസ് വെച്ചിട്ട് ഓരോ പൊസിഷനിൽ കാറ്റഗറൈസ് ചെയ്യും, അങ്ങനെ പല രീതികളിലുണ്ട്. എൻ്റെ വർക്ക് കുറച്ചും കൂടെ ഒരു റിസർച്ചും അതുപോലെ തന്നെ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് ആ ഒരു ഏരിയയിലുള്ള ഒരു വർക്കായിരുന്നു. അതായത് എന്താണ് മാർക്കറ്റിൽ ഡിമാൻഡ് എന്നുള്ളതും, മാർക്കറ്റിലെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, അവരെ ബീറ്റ് ചെയ്യാൻ എന്ത് സ്ട്രാറ്റജിയാണ് നമ്മൾ എടുക്കേണ്ടത്, നമ്മുടെ പ്രൊഡക്റ്റിൽ എന്ത് സ്ട്രാറ്റജി കൊണ്ടുവരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സമയത്ത് നമ്മൾ ഞാൻ ഡീൽ ചെയ്തിരുന്ന ഒരു ഏരിയ. അതിൽ പല കാര്യങ്ങളും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. കാരണം കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അൾട്ടിമേറ്റ്ലി മറ്റൊരു കോമ്പറ്റീറ്റേഴ്സിനെ ബീറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്ത് ചെയ്യാൻ പാടില്ല, കോമ്പറ്റീറ്റേഴ്സിന് മനസ്സിലാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുക. ആ ഒരു ടീം കംപ്ലീറ്റ് ആയിട്ട് ഒരു കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഡിസൈനും കാര്യങ്ങളൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് കീപ്പ് ചെയ്യുക. ചിലപ്പോൾ ഒരു 4-5 വർഷത്തിന് മുന്നേ, അല്ലെങ്കിൽ 4-5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാനുള്ള പ്രൊഡക്റ്റിന്റെ പ്ലാനിങ് വരെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഈ ഒരു ടീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. കാരണം നമ്മൾ മുന്നോട്ട് വിഷണറി ആവണമല്ലോ. ഒരു 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ പെട്രോളും ഡീസലൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ചിലപ്പോൾ ഇലക്ട്രിസിറ്റി വന്നേക്കാം, അല്ലേ? കാരണം ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വരുന്നു. അങ്ങനെ ഇലക്ട്രിസിറ്റി വരികയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൽ എന്ത് ചേഞ്ച് കൊണ്ടുവരണം. അതുപോലെ തന്നെ കോസ്റ്റ്, ഇപ്പൊ മറ്റൊരു കമ്പനി നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനേക്കാളും വളരെ ചീപ്പ് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ വളരെ കോസ്റ്റ് കുറച്ചുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ചീപ്പായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത് കോടികളാണ് ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് വരിക. ആ കോടികളിൽ തന്നെ ചിലപ്പോൾ കുറച്ചിട്ട് ലക്ഷങ്ങൾ കുറച്ചിട്ടൊക്കെ ഒരു കമ്പനി കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ബീറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഇവിടെ ബിൽഡ് ചെയ്യണം. നമ്മുടെ പ്രൊഡക്റ്റിന്റെ അഡ്വാൻസ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൽ പുതിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ എഫിഷ്യൻസി കൂട്ടണം, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്ലാൻ ചെയ്യലായിരുന്നു എന്റെ വർക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വേറെയും പല എഞ്ചിനീയേഴ്സ് ഉണ്ട്. കുറച്ചും കൂടെ സൈറ്റിൽ, അല്ലെങ്കിൽ നമ്മുടെ മാനുഫാക്ചറിങ് പ്ലാന്റ് ഉണ്ട്, ആ പ്ലാന്റിൽ പോയിട്ട് കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യേണ്ട എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവർ ചിലപ്പോൾ കുറച്ച് ദിവസം ഓഫീസിൽ, കുറച്ച് ദിവസം പ്ലാന്റിൽ, അങ്ങനെയൊക്കെ പല രീതിയിലായിരിക്കും. പിന്നെ ചില ആളുകൾ കംപ്ലീറ്റ്ലി ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവർ കംപ്ലീറ്റ്ലി ഡിസൈനിൽ മാത്രം, അതായത് നമ്മളിപ്പോൾ ഒരു ബോയിലർ ഡിസൈൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ചെയ്യും. അതായത് എങ്ങനെയാണ് ഈ ഒരു ഷേപ്പ് വരേണ്ടത്, അതിൽ എന്തൊക്കെ കമ്പോണൻസ് വരണം, അതിൽ എവിടെയൊക്കെ കമ്പോണൻസ് വരണം, ഈ കമ്പോണന്റ് എവിടുന്ന് പർച്ചേസ് ചെയ്യണം, എവിടുന്ന് മാനുഫാക്ചർ ചെയ്യണം, എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, എന്ത് തിക്നെസ് വരണം, എന്ത് വിഡ്ത്ത് വരണം, ഇങ്ങനെയുള്ള A to Z ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടുള്ള എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ചെയ്യണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോയിലർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിവിംഗ് ബോംബാണ്, ഏത് സമയവും പൊട്ടിത്തെറിക്കാം. കാരണം അതിന്റെ അകത്തുള്ള സ്റ്റീമാണ്. സ്റ്റീം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നീരാവി വെള്ളം നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴാണ് വെള്ളം തിളക്കുന്നത്. അതിന്റെ മുകളിലോട്ട് ഹീറ്റ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നീരാവി ഉണ്ടാവുന്നത്. ഈ നീരാവിയാണ് ഈ ബോയിലറുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്രയും ഹൈലി പ്രഷറൈസ് ആയിട്ടുള്ള, വളരെ വലിയ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും നീരാവിയെ പിടിച്ചു നിർത്തുന്ന ഡിവൈസുകളാണ് ബോയിലറുകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഡിസൈൻ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് എക്സ്പ്ലോഷൻ സംഭവിക്കും. കുറെ സേഫ്റ്റി സംഭവം ഉണ്ടാവും കേട്ടോ. ഈ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നതിന് മുന്നേ അത് റെസ്ട്രിക്ട് ചെയ്യാൻ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നമുക്കൊരു മാരകമായിട്ടുള്ള ഒരു ഡിസൈൻ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എക്സ്പ്ലോഷൻ സംഭവിക്കും. ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റിൽ കണക്കുന്ന 100 കണക്കിന് എംപ്ലോയീസ് ഉണ്ടാവും, വർക്കേഴ്സ് ഉണ്ടാവും. ഈ 100 കണക്കിന് എംപ്ലോയീസിന്റെ ലൈഫിന് എന്താണ്, ഇത് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു വെറുതെ ഒരു മെഷീൻ അല്ല, ഒരുപാട് ആളുകളുടെ സേഫ്റ്റി കൂടി എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡിസൈനിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് ഉണ്ട് ഇതിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ. ആ റെഗുലേഷൻസ് നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യില്ല, ഇതിന് അപ്രൂവൽ തരില്ല. ഗവൺമെന്റ് എംപ്ലോയി വന്നിട്ട് നമുക്ക് ഇതിന് അപ്രൂവൽ തന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ ഡിസൈൻ പാർട്ടിൽ, അതിന്റെ ഡിസൈൻ കാൽക്കുലേഷൻസിൽ, എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻസിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാനും അതിന്റെ ഒരു പാർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് കംപ്ലീറ്റ്ലി ഓഫീസിൽ ഇരുന്നു കൊണ്ട് ആ ഒരു എഞ്ചിനീയറിംഗ് പാർട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ
അതുപോലെ തന്നെ ഈ ഡിസൈനുകൾ പ്ലോട്ട് ചെയ്യാൻ വരയ്ക്കാൻ അതിന് സോഫ്റ്റ്വെയറുകളുണ്ട്, കുറെ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയറുകളുണ്ട്, ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്ന പല രീതിയിലുള്ള റോളുകൾ ചെയ്യുന്നവർ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ് ഒരു എഞ്ചിനീയറുടെ ലൈഫ് എങ്ങനെയാണ് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി പ്ലാന്റിൽ, അതായത് മാനുഫാക്ചറിങ് പ്ലാന്റിൽ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, അതായത് ഡേ ആൻഡ് നൈറ്റ് മാറി മാറി പല ദിവസങ്ങളും പല ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങൾ നല്ലൊരു കോളേജിലാണ് പഠിച്ചിറങ്ങുന്നത് എങ്കിൽ, അതായത് IITകളും NITകളൊക്കെ പോലുള്ള കോളേജുകളാണ് പഠിച്ചിറങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ ഇന്നോവേഷൻ പോലെ അല്ലെങ്കിൽ R&D പോലെയുള്ള ഏറ്റവും ടോപ്പ് ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സൈറ്റ് വർക്കുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ജോബുകൾ കുറവായിരിക്കും. ഞാനും ഒരുപാട് സൈറ്റുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ സൈറ്റുകൾ വിസിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ ഫ്രം സ്ക്രാച്ച് ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് ഒരു സ്ഥലത്ത് പോയി ഇംപ്ലിമെന്റ് ചെയ്തു അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, അത് ഇൻസ്പെക്ട് ചെയ്യണം. അത് റെഡി ആണോ, നമ്മൾ ഡിസൈൻ ചെയ്ത പോലെയാണോ കാര്യങ്ങൾ വന്നിട്ടുള്ളത്, അതിന്റെ വർക്കിംഗ് ഓക്കെ ആണോ, നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് അതിന് കിട്ടുന്നുണ്ടോ, സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സൈറ്റ് വിസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ സൈറ്റ് വിസിറ്റ് എന്ന് പറയുന്നതും സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നതും രണ്ടാണ്. സൈറ്റ് എഞ്ചിനീയർ എപ്പോഴും ആ സൈറ്റിൽ വേണ്ടവരാണ്. സൈറ്റ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂർ പോലെ എന്ത് ചെയ്തു, പല കമ്പനികളിലും പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുന്നു, വിസിറ്റ് ചെയ്യുന്നു, കുറെ ആളുകളെ മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചിറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് പൊസിഷൻസ് ഓരോ കമ്പനികളിലും കിട്ടും, ഹൈ സാലറി പാക്കേജുകളും അവർ ഓഫർ ചെയ്യും. താഴെയുള്ള കോളേജുകളിലാണെങ്കിൽ അവർ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ തന്നെ ലോക്കൽ കോളേജസിൽ ആളുകളെ ഹയർ ചെയ്യുന്നത് പൊതുവെ ഇത്തരത്തിലുള്ള നമ്മുടെ സൈറ്റുകളിലോട്ടോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്ലാന്റുകളിലോട്ടൊക്കെയാണ് പൊതുവെ എന്ത് ചെയ്യാറുള്ളത്, ഹയർ ചെയ്യാറുള്ളത്. സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെയുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് കുറച്ചും കൂടെ ഹെക്ടിക് ആയിരിക്കും സ്വാഭാവികമായിട്ടും. കാരണം മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ ഒരിക്കലും ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിരിക്കില്ല. അവിടെ വെൽഡിങ് നടക്കുന്നുണ്ടാവും, കട്ടിങ് നടക്കുന്നുണ്ടാവും, CNC മെഷീനുകൾ ഉണ്ടാവും, പല സൗണ്ടുകൾ ഉണ്ടാവും, പൊടി ഉണ്ടാവും, ചൂടുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഓഫീസിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് AC അകത്ത് നിങ്ങൾക്ക് ഇരിക്കാം. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന റെപ്യൂട്ടേഷൻ വളരെ ഹൈ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം ഓഫീസുകളിൽ ഉണ്ടായിരിക്കും. മാത്രമല്ല നിങ്ങളൊരു ഇന്നോവേഷൻ അല്ലെങ്കിൽ ഒരു R&D ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ എൻ്റയർ കമ്പനി ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന 2 ഡിപ്പാർട്ട്മെന്റുകളാണിത്. കാരണം എന്താ, ആ കമ്പനിയുടെ പുതിയ പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നത്, മാർക്കറ്റ് അനാലിസിസ് നടക്കുന്നത്, അവർക്ക് വേണ്ട ബിസിനസ്സിലോട്ട് വേണ്ട റവന്യൂ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നത്, കോമ്പറ്റീറ്റേഴ്സിനെ ബീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുന്നത്, ഇതൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റുകൾ ആയതുകൊണ്ട് തന്നെ കമ്പനിയിലുള്ളവർ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളായിരിക്കും ആ കമ്പനിയുടെ R&Dയും അതുപോലെ തന്നെ ഇന്നോവേഷൻ ഡിപ്പാർട്ട്മെന്റും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു ജനറൽ ഐഡിയ ആണ് പറഞ്ഞത്. ഇനി ഒരു ഡേ ഇൻ എ ലൈഫ് നോക്കുകയാണെങ്കിൽ, ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നോക്കുകയാണെങ്കിൽ അത് പല ദിവസങ്ങളും പല രീതിയിൽ മാറിക്കൊണ്ടേയിരിക്കും. ചില ദിവസങ്ങൾ കംപ്ലീറ്റ്ലി ഓഫീസിലായിരിക്കും, ചില ദിവസങ്ങൾ കുറച്ച് സമയം ഓഫീസിലും കുറച്ച് സമയം നമ്മൾ എന്തെങ്കിലും വേറെ ബിസിനസ് മീറ്റിങ്ങുകൾക്ക് പോകും, അല്ലെങ്കിൽ വേറെ സെമിനാറുകൾ പോലെ അല്ലെങ്കിൽ പ്രൊജക്ട് റിപ്പോർട്ടുകൾ പ്രസന്റ് ചെയ്യാനുണ്ടാവും, പിന്നെ ക്വാർട്ടർലി പ്രസന്റേഷൻസ് ഉണ്ടാവും, മീറ്റിംഗ്സുകൾ നടക്കാറുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നു മറ്റൊരു വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 1 ഡേ എങ്ങനെയായിരിക്കും എന്ന് പറയാം. ഇത് ഞാൻ ജനറലി ഞാൻ എൻ്റെ കമ്പനിയുടെ ഒരു ജനറൽ ഐഡിയ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ മാത്രം കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ആണ് ഞാനൊരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 1 ഡേ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു മൊത്തം സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, ഇതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന മറ്റ് കമ്പനികൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പറയാം. തീർച്ചയായിട്ടും കമന്റ് വായിക്കും, അതനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.